നമുക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹർഷാരവത്തിന്റെ ആ ഒരു ആവേശം ഒരിക്കൽ കൂടി പ്ലീസ് പ്ലീസ് വെൽക്കം മഹേഷ് കുഞ്ഞുമോൻ. എല്ലാവർക്കും സുഖമാണോ? സുഖല്ലേ? പക്ഷെ ആരുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഇതൊന്നും പോരാ. ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ സൗണ്ട് ഇവിടെ ചെവി പൊട്ടുന്ന സൗണ്ട് ആയിരിക്കണം. എല്ലാവരും ഒന്ന് എനർജി കാണിച്ച് ഒന്നൂടെ. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ വടക്ക് ഭാഗത്ത് അങ്ങനെ അധികം പ്രോഗ്രാം ചെയ്തിട്ടില്ല. കണ്ണൂർ പൊതുവെ കുറവാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കണ്ണൂർ ഭാഗത്ത് ഈ വടക്ക് ഭാഗത്ത് വന്ന് നിൽക്കുന്നത്. മാത്രമല്ല ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച കയ്യൂർ ശ്രീ ആലയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒപ്പം നമ്മുടെ ശ്രീലാലേട്ടനും വലിയൊരു നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ തെയ്യം ഇതൊക്കെ. പക്ഷെ ഇതുവരെ എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇത് നമ്മുടെ തെയ്യം ഒറ്റക്കോല മഹോത്സവം രാവിലെയാണെന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും. എല്ലാവരും സുഖമല്ലേ? നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ? എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ ഹാപ്പി ആയ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലാണ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണം വേണമെങ്കിൽ ഞാൻ തന്നെയാണെന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതിൽ എൻ്റെ കൂടെ യാത്ര ചെയ്ത 2 വ്യക്തികളാണ് നമ്മുടെ ബിനു അടിമാലിച്ചേട്ടനും നമ്മുടെ കൊല്ലം സൂചിച്ചേട്ടനും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ. അപ്പോൾ ഒരു വർഷത്തോളമായി ഈ സമയം സൂചിച്ചേട്ടനൊക്കെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിങ്ങളോട് ഒന്ന് സംസാരിക്കും. നിങ്ങൾ അവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ഞാൻ പൊതുവെ ഒരുപാട് സ്റ്റേജുകൾ ഒരുമിച്ച് പല ആർട്ടിസ്റ്റുകളുടെ കൂടെ പോയിട്ടുണ്ട്, പല ആർട്ടിസ്റ്റുകളുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്നുള്ള ഉപരി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടുതലായിട്ട് ഇത് നീ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു തരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ രാജാവ് എന്ന് പറയാൻ സാധിക്കുന്നത് അതാരാണ്? സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ബഡായി ബംഗ്ലാവിൽ നമുക്ക് ഇഷ്ടമുള്ളത് ആരാണ്? നമ്മുടെ പിഷാരടിന് ഇഷ്ടമാണോ? പിഷുവിന് ഇഷ്ടമുള്ളവർ നല്ലൊരു കൈഡി വന്നേ. ഓക്കെ, നമ്മുടെ പിഷാരടി ചേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പൊതുവെ അദ്ദേഹം വേദികൾ വന്ന് സംസാരിക്കുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പൊതുവെ വേദികൾ വന്ന് സംസാരിക്കുന്ന സ്റ്റൈല് ഇങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കയ്യൂർ ശ്രീ ആലയിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഇത്രയും മഹനീയമായൊരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട്. എന്താ നിങ്ങൾ കൈയടിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നല്ല തണുപ്പും ഇല്ല അല്ലേ? ഇങ്ങനെ കൂടേണ്ട ആവശ്യമില്ല. ആരവങ്ങളൊക്കെ ആവാം, പക്ഷേ അതിനൊരു മര്യാദ വേണം. ശാന്തമായി അല്ലേ അത് കേൾക്കേണ്ടത്, അല്ലാതെ അലറുകയാണ് വേണ്ടത്. ഈ സ്ത്രീക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, അതാണ് ഇറങ്ങി പോകുന്നത്. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മുടെ നാട് ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഇടത്തും വലത്തും ചവിട്ടി നിൽക്കുന്ന ആ പരിപാടി വേണ്ടേ? നമുക്ക് ഒരു നമ്മുടെ ഈ പരിപാടി എന്നെ വിളിച്ച ചേട്ടൻ വീണ്ടും വീഡിയോ ക്യാമറ എടുക്കുവാണ്. എന്റെ പൊന്നു ചേട്ടാ, എന്തിനാണ് ഇങ്ങനെ കിടന്ന് വീഡിയോ എടുക്കുന്നത്? കണ്ണുകളല്ലേ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ കണ്ണുകളിൽ ഇത്രയും ആളുകൾ കണ്ണുകളിലൂടെയല്ല കാണുന്നത്. ചേട്ടന് ഭയങ്കര നാണമാണ് അല്ലെ? മോനെ 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 ഇങ്ങോട്ടൊന്നും വരുമോ? സത്യം പറഞ്ഞ ആൾക്കൊരു മൈൻഡില്ല കേട്ടോ. വല്ലാത്തൊരു വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും വലിയൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ജയിലർ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ജയിലർ എന്ന സിനിമ ഉണ്ടോ രജനീകാന്ത് സാറിന്റെ? എനിക്ക് ഭയങ്കര ഒരു ബ്രേക്ക് കിട്ടിയ ഒരു സിനിമയായിരുന്നു ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. എന്ന് പറഞ്ഞ സുഖമാണ് ചേട്ടൻ. ചേട്ടൻ സുഖമാണ്.
എല്ലാവർക്കും സുഖമാണ്. പല രീതിയിലുള്ള എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ എൻ്റെ പൊന്നേട്ടാ ചേട്ടോ ഒന്നും പറയാട്ടോ ചേട്ടാ, ഒരു ചോദ്യം ചോദിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം. ചേട്ടന് ഉത്തരം പറയാൻ പറ്റുവാണെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരൂ പ്ലീസ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെ ഇൻഷുറൻസ് വായിക്കുന്ന ചേട്ടനാണ് അല്ലേ? നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താണ്? പ്രമോദ്. ചേട്ടന് നല്ലൊരു കേട്ടി കൊടുത്തേ ചേട്ടാ. നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കാറുണ്ട്. നമ്മളെല്ലാ വർഷവും മലയാളികളും ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോ നമ്മുടെ ഓണം നമ്മുടെ ഈ പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ മാവേലി സ്റ്റോർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ മാവേലി സ്റ്റോർ? മാവേലി എന്ന് പറഞ്ഞാൽ മാവേലി സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മളെ മാവേലിയില് കിട്ടുന്ന സ്ഥലം അല്ലേ? പലതരത്തിലുള്ള മാവേലി, തല കുത്തി നിൽക്കുന്ന മാവേലി അല്ലേ? ഇപ്പൊ എന്നെ പോലെ ഇങ്ങനെ ചാർജായിട്ട് നിൽക്കുന്ന മാവേലി, അങ്ങനെ പല രീതിയിലുള്ള മാവേലി കിട്ടില്ലേ? ഒരു മാവേലി വേണോ, 2 മാവേലി വേണോ, ഒരു ഡസൻ മാവേലി വേണം കിട്ടും അല്ലേ? മാവേലിനെ കിട്ടൂല. മാവേലിന്ന് കിട്ടില്ല. മണിയേട്ടനാ? അതാരാണ്? ആണോ? അവിടെ ഇരുന്നാ മതി കേട്ടാ. കൗണ്ടർ അടിച്ചതാണ്. നല്ലൊരു കൈ കൊടുക്കാൻ ഇതിന്. സത്യം പറഞ്ഞാൽ ആരുടെ അനക്കം, ഇത്രയും ജനപ്പെരുപ്പത്തിന്റെ ഒരു അനക്കം പോലും ഇവിടെ കേൾക്കുന്നില്ലല്ലോ. എന്നാ പറ്റിയേ? എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈ കൊടുക്കുക എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ ഇത്രയും ഈ ഇതിൽ സംസാരിച്ച് പോയി. സഞ്ജു സാംസൺ ഇഷ്ടമുള്ളവരാരൊക്കെയാ? സഞ്ജു സാംസൺ നമ്മളിപ്പോ അടുപ്പിച്ച് 2 സെഞ്ചുറി ഒക്കെ അടിച്ചല്ലേ? സഞ്ജു സാംസന്റെ ശബ്ദം കിട്ടും. സഞ്ജു സാംസണോട് നമ്മൾ ചോദിക്കുകയാണ്, ചെന്നൈ മാച്ചസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ IPL ചെന്നൈ മാച്ചസ് എങ്ങനെയായിരുന്നു? സഞ്ജുവിനോട് ചോദിച്ചാൽ ഇങ്ങനെ പറയാം. ചെന്നൈ ആയിട്ടുള്ള മാച്ചസിൽ 24 എന്തോ വേണം. അപ്പോൾ നമ്മുടെ സന്ദീപ് ശർമ്മ ബോൾ ചെയ്യുന്നുണ്ട്, ധോനി ബൈ ബാറ്റ് ചെയ്യാണ്, ഞാൻ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ബൗൺസർ അറിയാം, അല്ലെങ്കിൽ യോർക്കർ അറിയാം. ഈ 2മാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഈ 2 കൽപ്പിച്ച് അറിയാൻ പറഞ്ഞു. അവൻ ചുമ്മാ ഒന്ന് ഓടി വന്നിട്ട് 2 കൽപ്പിച്ചൊക്കെ എറിഞ്ഞിട്ട് കളി ജയിച്ചു. നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് മറ്റൊരു ശബ്ദം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കണ്ണൂരിൽ ആദ്യമായിട്ടാണ് വന്നത്. അപ്പച്ചി എപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു പ്രോഗ്രാം നടക്കുന്നു. അപ്പൊ എന്തായാലും പറഞ്ഞു. കള്ളിനും തുട്ടിനും മാത്രം എന്റെ കൂടെ എല്ലാവരും സ്നേഹം കൊണ്ട് മാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ? ഭാസ്കര, എല്ലാവർക്കും എന്താ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. അപ്പൊ നമ്മുടെ മോദിജി ഇവിടെ ഉണ്ട്. मेरे प्यारे देशवासियों, मेरे प्यारे देशवासियों ने आलय श्री भगवती शिवरात्रि परिपाड़ियों बरान खजल मेरे बहुत शुक्रिया. ആൻഡ് എല്ലാവർക്കും വേണ്ടി ഒരു മോട്ടിവേഷൻ തരാൻ ആഗ്രഹിക്കുന്നു. आइसक्रीम खाना अच्छी बात है, लेकिन आइसक्रीम खाने के बाद ब्रश नहीं करना. ആ കുറുക്കന് തീറ്റ കൊടുക്കും. കുറെ നേരമായല്ലോ പോകുന്നത്. ഒരു മര്യാദ വേണ്ടേ? ഒരു കലാകാരനെ എങ്ങനെയാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? मेरे पिटराय ഇങ്ങനൊന്നും പറയല്ലേ പിട്ടറായ്. അല്ല മോദിജി, നമ്മള് കറക്റ്റ് സമയത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവന്മാര് തലേ കയറി തരും അല്ലേ? അപ്പൊ मेरे പിട്ടറായ്ക്ക് വേണ്ടി മജിഷ്യൻ മുതുകാട് ഇവിടെയുണ്ട്. മുതുകാട് എവിടെ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ മജിഷ്യൻ മുതുകാടാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് കണ്ണൂർ ജില്ലയിൽ വന്നത്. ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഞാനൊരു ചിത്രശലഭമായി മാറി പാറി ഇങ്ങനെ നടക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും മനസ്സിനെ അസ്വസ്ഥമാക്കാൻ വിടരുത് എന്നാണ് പറയുന്നത്. അസ്വസ്ഥമാക്കാതിരിക്കുക, എല്ലാവരും സ്നേഹിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ ക്രിക്കറ്റ് താരം നമ്മുടെ ധോണി ഇവിടെയുണ്ട്. ധോണിയുടെ ഫാൻസ് ഉണ്ട് ഇവിടെ. ധോണിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു കൈഡി തരിക. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ധോണിയെ ഇങ്ങോട്ട് വിളിക്കുന്നു.
And I was in such a wrong position, just people love to think it very easy, and I felt that was so fantastic. It's not because the ability what I think was the wrong place at the wrong time. You catch a long time back, I still remember one game round the basket brown by she scored something like that, and Messi, wow. എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കണ്ണൂരിൽ ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞു. വളരെയേറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. മോനെ കടന്നു വരൂ. കാരണം ആ മോൻ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറി നിൽക്കുന്നതല്ലേ. മോൻ്റെ പേരെന്താണ്? വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി പറയൂ. ഹരീന്ദ്രൻ. മോൻ ഹരീന്ദ്രനാണ്. ഹരീന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹം ബിഗ് ബോസിലേക്ക് വന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബിഗ് ബോസിലേക്ക് വന്നാൽ എന്താണ് മോൻ ചെയ്യാൻ പോകുന്നത്? ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നാണോ പറയുന്നത്? എൻ്റെ വയറിൽ തടിവിട്ടുന്ന കാര്യമില്ല. നിങ്ങൾ വയൽക്കാട് എൻട്രി ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഗെയിമിനെ കുറിച്ച് ഒന്നറിയില്ലേ? ഒന്നും അറിയാത്ത നമ്മുടെ ഹരീന്ദ്രന് വൈൽഡ് എൻട്രിയിലൂടെ തന്നെ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കഴിവ് കൊടുത്ത് നമ്മുടെ ഹരികരനെ ഇങ്ങോട്ട് വിളിക്കാം. താങ്ക് യു സോ മച്ച് മോനെ. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ ലാലേട്ടനും പോയി കഴിഞ്ഞു. സോറി ചേട്ടാ, വേറെ ഒന്നും വിചാരിക്കല്ലോ കേട്ടോ. ഇതൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ എടുക്കുക. മാത്രമല്ല ഇനി നമ്മൾ ഒരു പാട്ടിലേക്ക് കിടക്കാൻ പോവാണ്. പാട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് ഞാനല്ല പാടാൻ പോകുന്നത്, കുറെ താരങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഒരാളുണ്ടല്ലോ, നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ ശബ്ദത്തിൽ നിന്നാണ്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. അപ്പൊ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാ പഠിപ്പിക്കണേന്ന്. പിണറായി സാറിന്റെ ശബ്ദം സുരേഷ് കൃഷ്ണ സാറിന്റെ ശബ്ദത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് വലിച്ച് വേർതിരിച്ച് എടുക്കാന്നുള്ളത് ഒരു ട്രിക്ക് കാണിച്ചു തരാം. സുരേഷ് കൃഷ്ണ സാറിന്റെ ശബ്ദം. പഠിപ്പിക്കാത്തക്കെ കൈയും കാലൊക്കെ തട്ടി മുട്ടത്തൊക്കെ ഇരിക്കും. അതിന്റെ പേരില് ഇങ്ങനെയൊക്കെ പറഞ്ഞ അത് അവളുടെ മനസ്സിൽ ഇരിപ്പ് ആൾക്കാരായോട്ടെ. ക്രിസ്റ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പോലീസിലുമായിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ലൈറ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പിണറായി സാറിലേക്ക് കടക്കാവുന്നതാണ്. ആ ലൈറ്റായി പിണറായി സാറിനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് സുരേഷ് കൃഷ്ണ ആക്കി മാറ്റാം. അതാണ് എന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാട്ടിലേക്ക്. ഈ പാട്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യണം. എൻ്റെ കൂടെ അടിച്ചു പൊളിക്കണം പ്ലീസ്. ഓ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചെയ്തൊരു പാര്. തിരിച്ച് വന്നല്ലേ, തിരികെ വിട്ടാൻ വന്നല്ലേ, തിരിച്ച് വിട്ടാൻ വന്നല്ലേ, തിട്ടം വന്നല്ലേ, ചേട്ടൻ വന്നല്ലേ, ചേട്ട ചെയ്യ വന്നല്ലേ, പേട്ട തുള്ളാൻ വന്നല്ലേ, പേട്ടയെന്നല്ലേ. கடவுள் பேரில் கடவுள இருக்கு, கலசலம் கொலாடுடா. லைஃப் ஒரு வாட்டிமா, லவ் எவடூட்டிமா, அதில் அவன் கூட இவன் கூட வை போட்டிமா. நீ உனக்கானில் ஓர் கிடக்கூதல்லு, நீ நரம் விட்டு மனம் பார்த்தா வண்டர்ஃபுல்லு.